നല്ല മൂത്തു പഴുത്ത വരിക്കച്ചക്ക, അതിൽ നിന്നും ചുളകളെ മാറ്റിയെടുത്ത് ചുളകളെ ചെറു കഷ്ണങ്ങളാക്കി നുറുക്കി അതിൻ്റെ കൂടെ കുറച്ച് വെല്ലം നുറുക്കിയതും ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്തിരിക്കുന്ന മിശ്രിതത്തിലേക്ക് പുട്ടിനു വേണ്ടി പൊടിച്ചിരിക്കുന്ന അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഈ കുഴയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ നുറുക്കിയത്, അതായത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചെറു കഷ്ണങ്ങളാക്കിയതും കുറച്ചുപ്പും ചേർത്ത് പാകത്തിൽ കുഴയ്ക്കുക. അതായത് ഇലയുടെ ഉണ്ടാക്കുന്ന ആ പാകത്തിൽ കുഴച്ച് വച്ച് ഇലയിൽ പരത്തി ആവിത്തട്ടിൽ വെച്ച് നന്നായി വേവിക്കുക. ഈ വേവിച്ചിരിക്കുന്ന ഇലയട ചെറു ചൂടോടുകൂടി കഴിച്ചാൽ നല്ല സ്വാദായിരിക്കും. നല്ലൊരു 4 മണി പലഹാരമായി ഉപയോഗിക്കാം. ഈ രുചിയേറിയ വിഭവം എല്ലാവരും ഇഷ്ടത്തോടു കൂടി കഴിച്ചു നോക്കൂ.